എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. അതായത് അട്ടക്കുളങ്ങര തിരുവല്ലം കോവളത്തേക്ക് പോകുന്ന വിനോദസഞ്ചാരികളൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു റോഡാണ്. സിറ്റിയിലെ ഏറ്റവും സുപ്രധാനമായ റോഡാണ്. സാധാരണ ഈ ചാനലിൽ ധാരാളം റോഡിൻ്റെ ദുരവസ്ഥകളെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് വരാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള പലതും ഒഴിവാക്കുകയാണ് പതിവ്. പക്ഷേ ഈ ഒരു റോഡിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ഈ കല്ലാട്ടുമുക്കിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഒരു വെള്ളക്കെട്ട് എത്രയോ വർഷങ്ങളായി പല പരിപാടികൾ ലക്ഷങ്ങൾ ഇവിടെ ചിലവാക്കിയിട്ടുണ്ട്. ഒരു ഭാഗം മുഴുവനും ടൈൽസ് ഇട്ടു, ഉടൻ തന്നെ മറുഭാഗത്ത് വെള്ളക്കെട്ട് രൂപം കൊണ്ടു. ചുരുക്കി പറഞ്ഞാൽ വലത്തെ കാലിലെ മന്ത് ഇടത്തെ കാലിലേക്ക് മാറി എന്ന് മാത്രം മിച്ചം. ഇവിടെ അടിയന്തരമായി ഒരു ഓട നിർമ്മാണവും മറ്റു വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായി കഴിയുമ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് അധികാരികൾ പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. പലപ്പോഴും ഇത്തരം കാഴ്ചകളൊന്നും ചാനലിൽ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ റോഡിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കൂടുതലൊന്നും പറയുന്നില്ല. റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണുവാൻ സാധിക്കും. വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡായ അട്ടക്കുളങ്ങര തിരുവല്ലം റോഡിൽ കല്ലാട്ടുമുക്ക് ഭാഗത്തെ വെള്ളക്കെട്ട് വർഷങ്ങളായുള്ള സംഭവമായി മാറിയിരിക്കുകയാണ്. സമതല പ്രദേശമായ ഇവിടെ വെള്ളക്കെട്ടിന് പരിഹാരമായി മുൻപ് ഇന്റർലോക്ക് ടൈലുകൾ പാകി റോഡ് ഉയർത്തിയിരുന്നു. അതിനുശേഷം അതിനടുത്തായി വീണ്ടും പുതിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മഴക്കാലമായാൽ ഇതുവഴിയുള്ള യാത്ര പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. കോവളത്തേക്കുള്ള വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും പലതവണ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഇതിന് പരിഹാരമായി 7,87,00,000 മുടക്കിയുള്ള ഓട നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അമ്പലത്തറ പരവൻകുന്ന് ഭാഗത്തെ കരിയിൽ തോട് മുതൽ കല്ലാട്ടുമുക്ക് വരെ റോഡിനിരുവശത്തും 1050 മീറ്റർ നീളത്തിൽ ഓട നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ റോഡും പുതുതായി പണിയുമെന്ന് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഓടയിലൂടെ വെള്ളം കരിയിൽ തോട് വഴി പാർവതി പുത്തനാറിലേക്ക് ഒഴുക്കിവിടാനാണ് പദ്ധതി. ഇനി വരുന്ന 4 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്ന് പറയുന്നു. അതുവരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഒരു ദിശയിലേക്ക് മാത്രമായി ക്രമീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാറുകളും ഓട്ടോറിക്ഷ, സ്കൂട്ടർ എന്നിവ പകുതി മുങ്ങുന്ന തരത്തിലാണ് ഇവിടുത്തെ വെള്ളക്കെട്ടിൻ്റെ അവസ്ഥ. കൂടാതെ നിരവധി പേർ ദിവസവും ഇതിൽ വീണ് പരിക്കേൽക്കുന്നുമുണ്ട്. റോഡിൽ നിറയുന്നത് കൂടാതെ ഇരുവശത്തുമുള്ള വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മലിനജലം കൂടി ഇതിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട്. ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ വെള്ളം വീണ്ടും നിറയുകയാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട ഈ റോഡിലൂടെയുള്ള യാത്രയിൽ കല്ലാട്ടുമുക്ക് ഭാഗം കടന്നു കിട്ടുക എന്നുള്ളത് വലിയൊരു കടമ്പയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തി ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കല്ലാട്ടുമുക്കിലെ ഈ ദുരവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ മാറി ഈ സുപ്രധാന റോഡിനൊരു ശാപമോക്ഷം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാണാ കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.